വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖർ. പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലബ് ഹൗസ് ആണ് താരം. എന്താണ് ക്ലബ് ഹൗസ്? സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ്, ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. ഓരോ ദിവസവും മാറി വരുന്ന ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാൻ എനിക്കിഷ്ടമാണെങ്കിലും അതിനെക്കുറിച്ചൊരു പോഡ്കാസ്റ്റിൽ സംസാരിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത്ര ടെക്നോളജി എക്സ്പേർട്ട് ആണെന്ന് ഞാൻ കരുതുന്നുമില്ല. പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കേൾക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. ശബ്ദമാണ് അവിടെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോ മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ ക്ലബ് ഹൗസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2020 മാർച്ചിലാണ് ആദ്യമായി ഈ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ 2021 ഫെബ്രുവരിയിലാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതും അതെൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും. പക്ഷേ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ദുബായിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹൈദർ അലിയാണ്. ഹൈദർ അലി ഒരു മ്യൂസിഷ്യനാണ്. മാത്രമല്ല ക്ലബ് ഹൗസിൽ ദ മലയാളി ക്ലബ് എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയുടെ ഫൗണ്ടറുമാണ്. ദ മല്ലു ഗ്രേറ്റ്നസ് എന്ന പോഡ്കാസ്റ്റ് ഷോയുടെ ഹോസ്റ്റ് കൂടിയാണ് ഹൈദർ അലി. ഹൈദർ അലിയെ ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ സ്വാഗതം ചെയ്യാം. ഹൈദർ, വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖർ. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ക്ലബ് ഹൗസ് എന്ന പുതിയ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഒരു 100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഇപ്പോഴുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്ററും എല്ലാം ഇതുപോലെ ആളുകൾക്ക് അറിയാവുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ്. എന്തുകൊണ്ടാണ് ക്ലബ് ഹൗസ് ഡിഫറെൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്യണം? First of all, thank you for having me for the podcast. മെയിൻലി ക്ലബ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ അറൌണ്ട് ഒരു വെയിറ്റ് ലിസ്റ്റിലാവാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ലാസ്റ്റ് ഇയർ മുതൽ വെയിറ്റ് ലിസ്റ്റിലായി. ഡിസംബറിലാണ് എനിക്ക് ഇൻവൈറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ആക്റ്റീവ് ആയിരുന്നു ഇനീഷ്യലി. ഇപ്പോൾ ഈ ഒരു മന്താണ് കുറച്ച് ഒന്ന് ആക്റ്റീവ് ആവാൻ പറ്റാതിരുന്നത്. അപ്പോൾ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ലബ് ഹൗസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് യൂസ്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെയോ ഒന്നുമല്ല. അപ്പൊ മെയിൻലി ഇതൊരു ശരിക്കും ഒരു റേഡിയോ കേൾക്കുന്ന പോലെ. ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണേലും ഇത് ഡ്രൈവ് ചെയ്യണേലും അങ്ങനത്തെ ഒക്കെ ഇതിലും നമ്മൾക്ക് ഇതില് ഒരു പാർട്ടാവാം. നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നതും അതുപോലെ റേഡിയോ കേൾക്കുന്നതിലും ഉപരി നമുക്ക് അതിന്റെ ഒരു ഡിസ്കഷന്റെ ഒരു ഭാഗമാവാം മെയിൻലി. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ കൺവീനിയൻസ് ഫാക്ടർ വളരെ വലുതാണ് ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ക്ലബ് ഹൗസ്. പിന്നെ ഒരു ഇന്ററാക്ഷൻ, നമുക്കൊരു റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യാം. ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വേറെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു വൺ വേ കോൺവെർസേഷൻ ആണല്ലോ, ലൈവ് അല്ല. അപ്പൊ നമ്മൾ കേൾക്കുന്നു, പിന്നെ നമ്മൾ ഒരു കമന്റ് ഇടുന്നു, പിന്നെ അതിന്റെ റിപ്ലൈ വരുന്നു. ഇതാവുമ്പോ ഒരു ലൈവ് കോൺവെർസേഷൻ, ലൈവ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അതും പിന്നെ വോയിസ് ബേസ്ഡും ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് പോലെ ഫിൽറ്റേഴ്സോ എഡിറ്റിങ്ങോ ഒന്നും പറ്റില്ല. നമ്മൾ പറയുന്നതാണ് അപ്പുറത്ത് കേൾക്കുന്നത്. അപ്പോ അത് കുറെയൊക്കെ നമ്മളൊരു ജെനുവിനിറ്റി അതിലുണ്ട്. കുറെയൊക്കെ നമുക്ക് ഫേക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആരായാലും നമ്മൾ സംസാരവും നമ്മൾ അപ്പൊ എങ്ങനെയായാലും നമ്മളെങ്ങനെയാണോ അത് അതിൽ വന്നു പോകും. അപ്പൊ മെയിൻലി അത് ആ ഒരു രണ്ട് കാര്യമാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ഒന്ന് കൺവീനിയൻസ് ഫാക്ടറും പിന്നെ കണക്ഷൻസും, റിയൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ടു ആൻ എക്സ്റ്റെന്റ്. ക്ലബ് ഹൗസിൽ എന്തൊക്കെ തരം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പല മറ്റുള്ള ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ തരം വിഷയങ്ങളാണ് ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത്? ക്ലബ് ഹൗസിൽ ഇത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാവിധ ഇത് വരുന്നുണ്ട് ടോപ്പിക്സ്. ഇപ്പൊ നമ്മളത് ജസ്റ്റ് ഫ്രണ്ട്ലി കോൺവെർസേഷൻ, ജസ്റ്റ് ആയിട്ട് കാഷ്വൽ ആയിട്ട് ചാറ്റ് ചെയ്യുന്നത്, നമ്മളെ മലയാളി ക്ലബിൽ തന്നെ മൂവി ടോക്സ്. ചില ദിവസം നമ്മൾ മൂവി റൂംസ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ചില ദിവസം കോമഡി റിലേറ്റഡ് റൂംസ്, അതുപോലെ മ്യൂസിക് റൂം. ഇന്ന് മ്യൂസിക് റൂം ആയിരുന്നു. പിന്നെ സൺഡേസിൽ ഒരുവിധം എല്ലാ സൺഡേസും നമ്മൾ സ്റ്റാർട്ടപ്പ് സൺഡേസ് ആണ്, അതായത് സ്റ്റാർട്ടപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കൽ റൂം. പിന്നെ അതുപോലെ മൺഡേസിൽ ഫുഡ് റിലേറ്റഡ് ആവും. അപ്പൊ അങ്ങനെ എല്ലാവിധ ജോൺറയിലും നമുക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ ഓരോ റൂംസ് ചിലത് സ്പെസിഫിക് ജോൺറ ബേസ് ചെയ്തിട്ട് സ്പെസിഫിക് ഒരു ടോപ്പിക് ബേസ്. ഇപ്പൊ ഇന്ത്യൻ ക്വിസിൻ
ക്ലബ് ഉണ്ട്. ഇപ്പൊ ഈ ക്ലബ് ആണെങ്കിൽ ആ ഇന്ത്യൻ ക്യൂസിൻ മാത്രം റിവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇതില് ടോപ്പിക്സ് പറയണമെങ്കിൽ ഒരുപാട് എല്ലാ ടോപ്പിക്സും, പിന്നെ കാഷ്വൽ ചാറ്റിംഗ് ആണെങ്കിലും ഡേറ്റിംഗ് ആണെങ്കിലും റിലേഷൻഷിപ്സ് ആണെങ്കിലും പ്രൊഡക്ടിവിറ്റി, ബിസിനസ്, എല്ലാവിധ ബുക്സ്, അതൊരു ഒരുപാട് നടക്കുന്ന റൂംസ് ആണ്. അപ്പൊ അങ്ങനത്തെ എല്ലാവിധ ഇതും വരുന്നുണ്ട്. പിന്നെ ക്ലബ്സിന്റെ ഇതനുസരിച്ച് നമ്മൾ നാരോ ഡൗൺ ചെയ്തിട്ട് ഓരോ ക്ലബ്സ്. ഇപ്പൊ നമ്മുടെ മലയാളി ക്ലബ് ആകുമ്പോൾ മലയാളി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വരുന്നു. പക്ഷെ ഓരോ സബ്ജക്ട് ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലബ്സ് ആകുമ്പോൾ ആ ഒരു നീഷ് വരുന്ന ഡിസ്കഷൻസും റൂംസും ആണ് വരുന്നത്. മലയാളി ക്ലബിന്റെ കാര്യം പറഞ്ഞു. മലയാളി ക്ലബ്ബ് അതിന്റെ ഫൗണ്ടർ ഹൈദറാണ്. അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നു, മലയാളികളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. അപ്പം ഈ മലയാളി ക്ലബ് എന്നുള്ള ഒരു ആശയം എങ്ങനെയാ തോന്നിയത്? നേരത്തെ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്തെന്നുള്ള ഒരാള് സാധാരണ ഇന്ററാക്ട് ചെയ്ത് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണം. അപ്പൊ നമുക്കറിയാം, ഇപ്പം ക്ലബ് ഹൗസിൽ സാധാരണ റൂംസും ഉണ്ട്, അതുപോലെ നമുക്കിങ്ങനെ ക്ലബ്സും ഉണ്ട്. അപ്പൊ ഈ ഒരു മലയാളി ക്ലബ് എന്നുള്ള ഒരു ആശയം എങ്ങനെയാണ് ഹൈദറിന് തോന്നിയത്? മലയാളി ക്ലബ്ബ് സത്യം പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സ് അതിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മ്യൂസിക് ഫീൽഡിലുള്ള ഫ്രണ്ട്സ്, പക്ഷെ അതിൽ മലയാളീസ് ആരുമില്ല. അപ്പൊ ഞാൻ അതിൽ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയായിട്ട് മലയാളീസിനെ കാണുന്നില്ല. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും അറിയില്ല. കാരണം നമുക്ക് സെർച്ച് ചെയ്താലും കിട്ടുന്നില്ല, പേര് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ മലയാളി എന്ന് അടിച്ചാൽ ബയോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെയാണ് ഞാൻ പഠിച്ചത് ഈ ക്ലബ്സ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം അതിലുണ്ട് എന്ന് പിന്നെ മനസ്സിലായത്. അപ്പൊ അത് നോക്കിയപ്പോഴും മലയാളി റിലേറ്റഡോ, മലയാളി, മല്ലു, കേരള, ഇങ്ങനെ എല്ലാം അടിച്ചു നോക്കി, ഒന്നും ക്ലബ്സ് ഇല്ല. അപ്പൊ അന്നത്തെ സമയത്ത് ഇപ്പൊ മാർച്ചിന്റെ മുന്നേ, ഈ 2021 മാർച്ചിന്റെ മുന്നേ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. നമ്മൾ 3 വീക്സ് റെഗുലർ ആയിട്ട് റൂം ഹോസ്റ്റ് ചെയ്യണം. പിന്നെ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് 3 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ക്ലബ് ഹൗസിൽ അപ്ലൈ ചെയ്തിട്ട് ഇന്ന ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്ത് അവരത് വെരിഫൈ ചെയ്ത് നമ്മൾ എലിജിബിൾ ആണോ എന്ന് ഉറപ്പാക്കിയിട്ട് അവർ അപ്രൂവ് ചെയ്ത് തരണം നമുക്ക് ക്ലബ്ബ്. അപ്പൊ അങ്ങനെ ആയപ്പോ അതൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇനീഷ്യലി ഇപ്പൊ ഫെബ്രുവരിയിലൊക്കെ ഞാൻ വീക്ക്ലി ഒരു റൂം ഹോസ്റ്റ് ചെയ്ത്, ഇപ്പൊ മലയാളി ക്ലബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു റൂം ഹോസ്റ്റ് ചെയ്ത്, ക്ലബ് അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് റൂം ഹോസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ ആരുമില്ല, ഞാൻ മാത്രം അതിലിരിക്കും. ഒരു 10 മിനിറ്റ് ഞാൻ മാത്രം ഇരിക്കും, ആരും ജോയിൻ ചെയ്യണ്ടാവില്ല. അങ്ങനെ പക്ഷെ അങ്ങനെ ആയാലും മതിയായിരുന്നു. കാരണം അന്ന് അങ്ങനെ ജസ്റ്റ് ക്രൈറ്റീരിയ അത്രയേ ഉള്ളൂ, നമ്മൾ ഹോസ്റ്റ് ചെയ്യണം റൂം. അങ്ങനെ ഞാനത് 3 വീക്സ് ഹോസ്റ്റ് ചെയ്ത് 3 വീക്സ് ആവുന്ന സമയത്താണ് പുതിയൊരു അപ്ഡേറ്റ് വന്നത് ക്ലബ് ഹൗസ്. ഇങ്ങനെ എന്താണ്, ആർക്കും റൂം ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ ആപ്പിൽ തന്നെ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്ത് അപ്രൂവ് ചെയ്യാണ്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതിനും നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം, അതുണ്ടായിരുന്നു. നമ്മൾ ആക്റ്റീവ് ആകുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇത് വന്ന സമയത്ത് ഞാൻ ശരിക്കും ഇതൊരു ഫൗണ്ടർ എന്നുള്ളതിനേക്കാളും ഞാൻ ക്രിയേറ്റർ, ഇത് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. ഞാനതൊരു ഞാൻ പെട്ടെന്ന് ആക്ഷൻ എടുത്ത ഒരാൾ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം അപ്ഡേറ്റ് വന്ന അന്ന് മോർണിംഗ് തന്നെ ഞാൻ ഈ അപ്ഡേറ്റ് കണ്ടു. അപ്പൊ തന്നെ ഞാൻ അപ്ഡേറ്റ് കണ്ട ഉടനെ തന്നെ എന്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തു, നേരെ ആ ക്ലബ് ക്രിയേറ്റ്. കാരണം ഇതിന് മുന്നുള്ള വീക്സിലെല്ലാം ഞാൻ ആക്റ്റീവ് ആയിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ വേണം, അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഇത് അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ അത് കയറിയിട്ട് ക്ലബ് ക്രിയേറ്റ് ചെയ്തു. ഇത് മലയാളി ക്ലബ് എന്നുള്ളതും കേരള എന്ന് പറഞ്ഞാൽ 2 ക്ലബ്, ഒരാൾക്ക് 2 ക്ലബ്ബേ ഒരു മന്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആക്റ്റീവ് ആയാൽ. അപ്പൊ ഞാൻ ഈ 2 ക്ലബ്ബ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മലയാളി ക്ലബ്ബ് എന്നുള്ള. ആ സമയത്തും മലയാളി ക്ലബ്ബ് ഇല്ല, എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു 1 or 2 വീക്സിന് ഒറ്റ മലയാളിയം റിലേറ്റഡ് ക്ലബ്സ് ഒന്നും ഫോം ചെയ്തില്ല, ആരും ഫോം ചെയ്തില്ല. ആരും ഞാൻ അങ്ങനെ ചിന്തിക്കാത്തോണ്ടാവാം. പിന്നെ ഞാൻ ആ ഒരു ആക്ഷനിൽ ഫാസ്റ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ആദ്യം അറിഞ്ഞ ആള് ഞാനും, ആദ്യം ആക്ഷൻ എടുത്ത ആള് ഞാനും ആയിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അപ്പൊ അത് കണ്ടപ്പോ മലയാളീസ് കുറെ പേര് ജോയിൻ ചെയ്ത് അവരെ അടുത്ത ആളെ നോമിനേറ്റ് ചെയ്യും, അത് അടുത്ത ആള് ആഡ് ചെയ്യും, അവർക്ക് ലിങ്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ഒരു 2 മന്ത്സിന്റെ ഒരു ലൈഫ് സ്പാനിൽ അറൌണ്ട് 2.5 മന്ത്സിൽ ഓൾറെഡി 800+ ഫോളോവേഴ്സ് ആയി. അതില് 400+ മെമ്പേഴ്സ് തന്നെയാണ് ക്ലബിൽ. അപ്പൊ ഞാനിപ്പോ എല്ലാരും മെമ്പേഴ്സ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ഇൻഡിപെൻഡന്റ് ക്ലബ് ആയിട്ട് വെച്ചു ഞാൻ, ഒരു പബ്ലിക് ക്ലബ് ആയിട്ട്. അപ്പൊ ആർക്ക് ഏത് മെമ്പേഴ്സിന് വേണമെങ്കിലും റൂം ഹോസ്റ്റ് ചെയ്യാം, ആർക്കും റൂം. അപ്പൊ ഞാനതൊരു എല്ലാവർക്കും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട്, ഒരു ഹബ്ബായിട്ട്, നമ്മുടെ മലയാളീസിനുള്ള ഹബ്ബായിട്ട്. അപ്പൊ ലക്കിലി ഇപ്പോ ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ള മലയാളി അല്ലെങ്കിൽ കേരള, നമ്മളെ മലയാളി കമ്മ്യൂണിറ്റി റിലേറ്റഡ് ക്ലബ്ബ് നമ്മുടെ ഈ മലയാളി ക്ലബ്ബാണ്. അപ്പൊ അതിനുശേഷം ഒരുപാട് ക്ലബ്ബ് വന്നിട്ടുണ്ട്. ഇപ്പോ മലയാളം റിലേറ്റഡും മലയാളം ലാംഗ്വേജ് റിലേറ്റഡും നമ്മുടെ റീജിയൻ കേരള റിലേറ്റഡ് ഒക്കെ ആയിട്ട് കുറെ ക്ലബ്ബ് വന്നു. പക്ഷെ ഇപ്പോഴും ഇതുവരേക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ക്ലബ്ബ് നമ്മൾ തന്നെയാണ്. അപ്പൊ ഇനിയുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇതുവരേക്കും നന്നായിട്ട് പോകുന്നു. അത് എല്ലാവരുടെയും, എല്ലാ മെമ്പേഴ്സും കൂടെ എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ ശരിക്കും കൂടുതൽ എഫേർട്ട് എടുത്തില്ല. എല്ലാവരും
നല്ല ആക്റ്റീവാ, കുറെ പേര് നല്ല ആക്റ്റീവ്, അവരെല്ലാരും റൂം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത് വളർന്നു വന്നത് ഇപ്പൊ ഇത്രയൊരു ഇതിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഒരു സാധാരണ ഒരു ആള്, ഇപ്പം കൺവെൻഷണൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു പുതിയൊരാള് ക്ലബ് ഹൗസിലേക്ക് വരികയാണ്. ഞാനിത് ചോദിക്കുന്നത് എന്നെ പോലെ, ഇപ്പൊ ഞാൻ ഫെബ്രുവരി 2021 ജോയിൻ ചെയ്തു. എലോൺ മസ്ക് ആദ്യമായിട്ടൊരു സെഷൻ വന്ന സമയത്താണെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ചൊരു ട്വിറ്ററിലും ഒക്കെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അപ്പം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ രണ്ടാമത്തെ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ അതൊന്ന് എക്സ്പ്ലോർ ചെയ്തത്. അപ്പം എനിക്കതിൻ്റെ ഒരു പോസിബിലിറ്റീസ് മനസ്സിലാക്കാൻ കുറച്ച് വൈകി. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പം ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത സമയത്തും എനിക്കിതിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു സാധാരണ ഒരാൾ ഇതിലേക്ക് വരികയാണ്, അത്ര ഒരു ടെക്നോളജി എക്സ്പേർട്ട് ഒന്നും അല്ലാത്ത, നമ്മളെ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരാൾ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലബ് ഹൗസിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്കിപ്പോൾ അറിയാം റൂംസും ഹോൾവേസും ക്ലബ്സും ഒക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ പോലെയാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ അതിൽ പരിചയമുള്ളതുണ്ട്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരാൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിൻലി ക്ലബ് ഹൗസ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ ഒരു ലൈവ് റേഡിയോ, നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു ലൈവ് റേഡിയോ, അങ്ങനെ ചിന്തിച്ചാൽ മതി ക്ലബ് ഹൗസിന്. അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഒരു റേഡിയോ, പക്ഷെ നമുക്കും അതിൽ എപ്പോ വേണേലും കയറാം. അവര് അനുവദിച്ചാൽ നമുക്ക് സ്പീക്കേഴ്സ് ലിസ്റ്റ് പോകാം. അപ്പൊ ഇതിൽ ശരിക്കും മെയിൻലി ഒരു ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ആകെയുള്ളത് ഒരു ഹോൾവേ ആണ്. മെയിൻലി ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്ലബ് ഹൗസിന്റെ. ഫേസ്ബുക്ക് പോലെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇതിലാകെ ഒരു ഹോൾവേ, അതിൽ നമ്മൾ കാണുന്ന ഓരോ ബോക്സസും ഓരോ റൂംസ് ആണ്. ഇപ്പൊ നമ്മള് ഇത്ര ആലോചിച്ചാൽ മതി, നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഓരോ ക്ലബ്ബുകളാണ്. അപ്പൊ ഓരോ ക്ലബ്ബുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ മലയാളി ക്ലബ്ബ്, അതുപോലെ റീഡേഴ്സ് ക്ലബ്ബ് ഉണ്ട്, അതുപോലെ ട്രാവലേഴ്സ് ക്ലബ്ബ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അനുസരിച്ച് നമുക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണ്ട. അപ്പൊ ആ ഓരോ ക്ലബ്ബിലും പല റൂംസ് വരും. അപ്പൊ ഓരോ റൂംസോ പലരും ഹോസ്റ്റ് ചെയ്യും. അപ്പൊ ഈ റൂംസിലാണ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ഈ കുടക്കീഴിൽ വരുന്ന ഒരുപാട് റൂംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് റൂംസിൽ കയറാം, ക്ലബ്ബിൽ ഭാഗമാവാതെയും നമുക്ക് റൂംസിൽ കയറാം. മെയിൻലി എല്ലാം നടക്കുന്നത് ഓരോ റൂംസിലാണ്. ഓരോ റൂമിനും ഓരോ ടോപ്പിക്, അതിന്റെ ടൈറ്റിൽ ഉണ്ടാവും. അപ്പൊ ആ ടൈറ്റിൽ നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈറ്റില് നമുക്കത് ഓരോ ഹോൾവേ തന്നെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ പല റൂംസും കാണിക്കും റാൻഡം ആയിട്ട്. പിന്നെ ബാക്കിയൊക്കെ ആൽഗോരിതം, നമ്മൾ ഏതിലാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഹോൾവേയിൽ വരും. പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ പാർട്ടായിട്ടുള്ള ക്ലബിന്റെ ബേസ് ചെയ്തിട്ടുള്ള റൂംസ് ആണ്. അപ്പൊ മെയിൻലി എല്ലാം നടക്കുന്നത് റൂംസിലാണ്. കാര്യമായിട്ട് അത്രേ ഉള്ളൂ. റൂംസിൽ നമ്മൾ കയറുമ്പോൾ ഒരു ഓഡിയൻസ് ആയിട്ട് കയറും. നമുക്ക് അതിൽ സ്പീക്കേഴ്സ് ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ, അവരെ അലോ ചെയ്താൽ നമുക്ക് സ്പീക്കേഴ്സ് ലിസ്റ്റ് കയറി നമുക്കും സംസാരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസിൽ ഇരുന്നിട്ട് അവർ പറയുന്നത് കേൾക്കാം. ലൈക്ക് എ കോൺഫറൻസ്, നമ്മൾ കോൺഫറൻസിന് പോയിട്ട് ഇരുന്ന് അവർ പറയുന്നത് കേൾക്കണേ. ഒരുപാട് എഡ്യൂക്കേഷണൽ റൂംസ് ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ക്ലബ് ഹൗസ് റിലേറ്റഡ് തന്നെ ഒരുപാട് റൂംസ് നമുക്കുണ്ട് ക്ലബ് ഹൗസിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്റർപ്രണർഷിപ്പ്, ബുക്സ് ഡിസ്കഷൻ, മൂവി ഡിസ്കഷൻ, അതുപോലെ പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ റൂംസ് ഉണ്ട്. അപ്പൊ എല്ലാം പൊളിറ്റിക്കൽ ആണെങ്കിലും നമ്മൾക്ക് റൂംസിന്റെ ടൈറ്റിൽ നോക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഓഡിയൻസിൽ ഇരുന്ന് നമുക്ക് അവ പറയുന്നത് കേട്ടോണ്ടിരിക്കാം. ഇല്ല നമുക്ക് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ മുകളിൽ സ്പീക്കേഴ്സിൽ കയറിയിട്ട് പറയാം. ബേസിക്കലി ഇതാണ്, റൂംസ് ആണ് ഇതിലെല്ലാം സംഭവിക്കുന്നതില്ല. റൂംസിലാണ്, പല റൂംസിലും. ക്ലബ്ബ് നമുക്ക് ജോയിൻ ചെയ്യണേൽ ചെയ്യാം, ഇല്ലെങ്കിൽ വിടാം, അത്രേ ഉള്ളൂ. നമ്മളിതില് മലയാളികളെ മാത്രമല്ല, ലോകം മൊത്തമുള്ള ആൾക്കാരെയാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം. ഈ മലയാളികൾ നമുക്കറിയാലോ, ലോകത്തെ പല സ്ഥലങ്ങളിലുള്ള മലയാളി. ഏതൊക്കെ ടൈപ്പ് ഓഫ് മലയാളികളെയാണ് ഇപ്പോൾ ഹൈദർ ഇതിൽ കണ്ടിരിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പ്രവാസികളുണ്ടാവും. അതിൻ്റെ ഒരു ഞാൻ പറയുന്നത് ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ US-ൽ UK-ൽ വർക്ക് ചെയ്യുന്ന, അതിൻ്റെ എങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരെയാണ് ഇതിൽ കണ്ടിരിക്കുന്നത്, ഹൈദർ കണ്ടിരിക്കുന്നത്? എനിക്ക് കൂടുതൽ നമ്മുടെ മെയിൻലി ഞാൻ കണ്ടിട്ടുള്ള മലയാളികളല്ല ഇപ്പൊ മലയാളി ക്ലബിന്റെ ഭാഗമാണ്. അപ്പൊ ഈ മലയാളികൾ ഞാൻ ഇപ്പൊ മീറ്റ് ചെയ്തിട്ടുള്ള ഒരുവിധം ഇപ്പൊ മെജോറിറ്റി മലയാളികളും കൂടുതലും ഓവർസീസ് ആണ്. അപ്പൊ അതും ഒരുപാട് പേര് പുറത്തു പോയി സെറ്റിൽ ആയവരാണ്. അപ്പോ കുറെ പേർക്ക് ഈ ഒരു നമ്മുടെ നാട്ടിലോട്ടുള്ള ഒരു ബന്ധം, ഇപ്പൊ ഞാൻ സംസാരിച്ച ലിറ്ററലി പലരും പറഞ്ഞിട്ടുണ്ട്,
മലയാളം സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് എന്നുള്ളത്. കാരണം അവര് ഒരുവിധം എല്ലാവരും ഇപ്പോ കുറെ പേര് മെജോറിറ്റി നമ്മളെ ഇതിലുള്ളവരെല്ലാവരും US യൂറോപ്പ് ബേസ്ഡ് ആണ്. കുറെയൊക്കെ ഒരുവിധം ഒരു 80% തന്നെ പറയാം. ഒരു 70 to 80% പുറത്തുള്ളവരാ. അപ്പൊ അതും അവിടെ കുറെയൊക്കെ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവരാ. അപ്പൊ അവർക്ക് ശരിക്കും നമ്മുടെ മലയാളി ഒരു ഇത് കിട്ടാൻ വേണ്ടി, ഒരു ഫീല് കിട്ടാൻ വേണ്ടി, മലയാളീസിന്റെ ഒരു നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലും അവരൊക്കെ ശരിക്കും സംസാരിക്കുന്ന കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു മലയാളം സംസാരിക്കാനും ഒരാൾ പറഞ്ഞ മലയാളം കേൾക്കാൻ വേണ്ടി തന്നെ വരുന്നത്. മലയാളം സംസാരിക്കുന്നത് കേൾക്കാൻ. കാരണം എല്ലാവരും പുറത്തുനിന്ന് ആ ഒരു കൾച്ചറിൽ ഇതിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ എല്ലാവരും ഇപ്പൊ സ്പീക്കേഴ്സിൽ ഒരുവിധം എല്ലാവരും സംസാരിക്കാൻ വരുന്നവരൊക്കെ കുറച്ചും കൂടെ ഇത് പുറത്ത് സംസാരിച്ച് കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അപ്പോ അധികം ഇൻട്രോവേർട്സും അതുപോലെ ഇതൊന്നും കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. വരുന്നവരെല്ലാവരും സംസാരിക്കാൻ ഇപ്പൊ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ. എല്ലാവരും ഇപ്പൊ ഞാനിവിടെ മീറ്റ് ചെയ്തിട്ടുള്ളതും എല്ലാവരും സ്ട്രേഞ്ചേഴ്സ്. ആരെയും എനിക്ക് നേരത്തെ പരിചയമില്ല. പിന്നെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്ത ആളുകൾ ആഡ് ചെയ്തിട്ടുള്ളത്, അറിയുന്നവര്. അതും കുറെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയുന്നവരാണ്. അപ്പോ എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. പക്ഷെ എല്ലാവരും ഒരു കണക്ഷൻ, നമ്മളൊരു മലയാളി കണക്ഷൻ, അത് നമ്മൾ സംസാരിച്ച് വരുമ്പോ ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു കണക്ഷൻ വരും. അതിന് തന്നെയാണ് എല്ലാവരും വരുന്നത് എന്നുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതും മെയിൻലി ഓവർസീസ് മലയാളീസ്. അവർക്ക് ആ ഒരു മലയാളി കണക്ഷന് വേണ്ടിയിട്ടാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട്സ് വിത്തൗട്ട് ഫേസസ്, അതല്ലേ, മുഖങ്ങളില്ലാത്ത സുഹൃത്തുക്കൾ. അങ്ങനെയാണ് നമ്മുടെ മലയാളി ക്ലബിലെ തന്നെ പ്രതാപ് എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞത്, ഫ്രണ്ട്സ് വിത്തൗട്ട് ഫേസസ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് മെസ്സേജിങ് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ആകെ ഉള്ളത് ശബ്ദം കൊണ്ട് സംവദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മലയാളികൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു എറ്റിക്കറ്റ്സ് ഉണ്ടല്ലോ. എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പം അവർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പൊതുവായി നമ്മൾ കരുതുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ക്ലബ് ഹൗസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഒരു മെമ്പർഷിപ്പ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ പോകാനായിട്ട് എന്തൊക്കെ എറ്റിക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് മെയിൻലി ഫസ്റ്റ് തിങ് ഞാൻ പറയുന്നത്, ഡു നോട്ട് ഗെറ്റ് ഇൻ ടു ആർഗ്യുമെന്റ്സ്. നമ്മൾ ഒരാളുടെ കാരണം നമ്മളെല്ലാവരും പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, പല രീതിയിൽ ജീവിച്ചവരാണ്, പല സ്ഥലത്ത് ബ്രോട്ടപ്പ്. കുറെ പേരൊക്കെ പുറത്ത് ജനിച്ച് വളർന്നവരാണ്, കുറെ പേര് നാട്ടിൽ ജനിച്ച് ഇപ്പോഴും നാട്ടിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പോ ഞാൻ പേഴ്സണലി പോയ ചില റൂംസ് തന്നെ ചില ചെറുതായിട്ട് ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ റൂമിലുള്ളപ്പോ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നം ഇതാണ്. ചില പേർക്ക് പലരും പല ബാക്ക്ഗ്രൗണ്ടും പല സ്വഭാവമാണ്. ചിലവർക്ക് ആർഗ്യുമെന്റ്സിൽ വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോ അവരത് പറഞ്ഞാൽ ഇല്ല, എനിക്ക് തന്നെ ജയിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി. അതിപ്പോ ഇതിലാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ടിക്കറ്റ് ആണ് ഓൺലൈൻ ആർഗ്യുമെന്റ്സിൽ വല്ലാണ്ട് ഇത് ചെയ്യാതിരിക്കുക. അപ്പൊ അത് മെയിൻലി കാരണം ഇതൊരു വോയിസ് ബേസ്ഡ് ആണല്ലോ. നമ്മളൊരിപ്പോ കമന്റ് ഫൈറ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ വാക്കുകൊണ്ട് ഫൈറ്റ് ചെയ്യും. വാക്കുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് എസ്കലേറ്റ് ചെയ്യും. അപ്പോ അത് ശരിക്കും ഞാൻ 2 പ്രാവശ്യം ഞാൻ നേരിട്ട് റൂമിലായതുകൊണ്ട്, ഞാൻ ഇപ്പൊ ക്ലബ് ഹൗസ് ആയതുകൊണ്ട് കണ്ടില്ല, അത് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഓൾറെഡി റൂമിൽ ഇരിക്കുമ്പോ തന്നെ 2 പേര് വളരെ ഹീറ്റഡ് കോൺവെർസേഷനിൽ പോയിട്ട് കണ്ടുണ്ട്. ഒരാള് പേഴ്സണലി എനിക്ക് ഇതിൽ DM ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്, എന്താണ് ക്ലബിൽ ഇങ്ങനെ, എന്താണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ നമ്മള് ഒരു സോഫ്റ്റ് ആയിട്ട് എല്ലാവരും കാര്യം പറഞ്ഞ് മനസ്സിലായി. പക്ഷെ നമുക്കും, ഞാനിപ്പോ ഇതിന്റെ ക്രിയേറ്റർ ആണെങ്കിൽ തന്നെ എനിക്കും ഇപ്പൊ ഒരു ക്ലബിന്, ഞാനാണെന്നല്ല ആരാണെങ്കിലും ക്ലബിന് ക്രിയേറ്റർ ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോരുത്തരെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് അവരെ കിക്ക് ചെയ്യാം, അതൊക്കെ ഉണ്ട്. പക്ഷെ അവര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് ചെയ്യുന്ന വരെയുള്ള ഗ്യാപ്പിൽ അവർ എന്തെല്ലാം പറയുന്നു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഇപ്പൊ ആരെങ്കിലും നമ്മൾക്ക് അഗ്രി ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വ്യൂ നമ്മൾ അറിയിക്കുക. പക്ഷെ അത് ജയിക്കാൻ ശ്രമിക്കണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം. പക്ഷെ അവിടെ ഒരു ജയം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. എല്ലാവരും അവരുടെ സൈഡ് പറഞ്ഞിട്ട് ബാക്കിൽ നിൽക്കാം. ഓക്കെ, ലെറ്റ്സ് അഗ്രി ടു ഡിസഗ്രി എന്ന് പറഞ്ഞ പോലെ നമുക്ക് രണ്ടാക്കും ഒരേ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓക്കെ, ഫൈൻ വിത്ത് ഇറ്റ്. ആർഗ്യുമെന്റ്സിൽ നിൽക്കാതെ, കാരണം ഇത് എസ്കലേറ്റ് ചെയ്യുന്ന വളരെ പെട്ടെന്നാണ്. വോയിസ് ബേസ്ഡ് ലൈവ് വോയിസ് ആയതുകൊണ്ട് 2 പേർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുന്നതും ആളുകൾക്ക് ഒരേ സമയം 2 ആളെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതും കൊണ്ടായതുകൊണ്ട് ഇത് എസ്കലേറ്റ് ചെയ്യുന്നത് വളരെ സ്പീഡാണ്. അതുപോലെ തന്നെ ഒരാൾ പറയുമ്പോൾ അത് അടുത്ത ആളിലോട്ടും നീങ്ങും. ഇപ്പൊ ഒരാൾ മാത്രമാവില്ല ചിലപ്പോൾ ഒഫൻഡഡ് ആവുക. അതേ മെന്റാലിറ്റി ഉള്ള 2-3 പേരും കൂടെ അതൊരു കൂട്ടത്തല്ല് പോലെയാവും അത്.
അപ്പോ ആർഗ്യുമെന്റ്സിലോട്ട് എത്തരുത്. ഞാൻ എല്ലാവരോടും പറഞ്ഞത് ആർഗ്യുമെന്റ്സ് വേണ്ട, എല്ലാവരും അവരുടെ സൈഡ് പറയാം. ഓക്കെ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ മാറി നിൽക്കാം, സൈലന്റ്, ലെറ്റ്സ് ബി സൈലന്റ്, അത്രേ ഉള്ളൂ. ഹൈദർ, ട്വിറ്റർ ഇപ്പം സ്പേസസ് എന്ന് പറയുന്ന ഇതേ ഒരു കോൺസെപ്റ്റ് അല്ലെ, ഓഡിയോ റൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫേസ്ബുക്ക് ക്ലബ് ഹൗസിനെ വാങ്ങിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവരുടെ പരിപാടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാ ആൾക്കാരും, പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഈ ഓഡിയോ റൂം അല്ലെങ്കിൽ ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലേക്ക്. ക്ലബ് ഹൗസിന്റെ ഭാവി എന്തായിരിക്കും? ക്ലബ് ഹൗസിന്റെ ഫ്യൂച്ചർ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ക്ലബ് ഹൗസ് വിൽ ഗ്രോ, കീപ് ഗ്രോയിങ്. ഇപ്പൊ ലാസ്റ്റ് 2 or 3 months ആയിട്ട് അതിന്റെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ ആക്റ്റീവ് ആവുന്നതിന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് മന്ത് ഏപ്രിലാണെന്ന് തോന്നുന്നു, ഏപ്രിലിൽ ശരിക്കും അത് 1 million താഴെ ഉള്ളൂ ആക്റ്റീവ്. പക്ഷെ അത് മാർച്ചിലായിരുന്ന സമയത്ത് 2.4 million ആയിരുന്നു ആക്റ്റീവ് യൂസേഴ്സ്. അപ്പൊ അത് ശരിക്കും ലെസ് ദാൻ ഹാഫ് ആയിട്ട് കുറഞ്ഞു അത്. പക്ഷെ എന്നാലും ഇറ്റ് വിൽ കീപ് ഗ്രോയിങ്. കാരണം അത് പക്ഷെ ഇനിയിപ്പോ ഫേസ്ബുക്ക് എന്താണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയില്ലല്ലോ, അപ്പൊ അത് എങ്ങനെയാന്ന് അറിയില്ല. പക്ഷെ എന്നാലും ക്ലബ് ഹൗസ് നല്ല കുറെ ഒരുപാട് കാര്യങ്ങൾ ക്ലബ് ഹൗസ് ഇപ്പൊ ട്വിറ്റർ സ്പേസിന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, പിന്നെ ഡിപ്പെൻസ് ഓൺ ഓരോരുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞത് അയാൾക്ക് ട്വിറ്റർ സ്പേസ് ആണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ക്ലബ് ഹൗസിനേക്കാളും. പക്ഷെ ഇതിൽ ട്വിറ്റർ സ്പേസിലുള്ള ഒരു ലിമിറ്റേഷൻ, നമ്മൾ സ്പീക്കേഴ്സ് പാനലിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഇത്ര സ്പീക്കേഴ്സേ പറ്റുള്ളൂ, അത് വളരെ കുറവാണ്. എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഇത്ര, പക്ഷെ വളരെ ചെറിയൊരു നമ്പറാണ് സ്പീക്കേഴ്സ് എത്ര പേര് പറ്റും. ബാക്കി എല്ലാവർക്കും ഓഡിയൻസിൽ നിൽക്കാം. പക്ഷെ ക്ലബ് ഹൗസ് അങ്ങനെ, ക്ലബ് ഹൗസ് യു ക്യാൻ ഹാവ് എനിക്ക് തോന്നുന്നു വളരെ ബിഗ് നമ്പർ നമുക്കാവാം സ്പീക്കേഴ്സ്. അപ്പൊ അതൊരു ശരിക്കും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും വലിയൊരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചാൻസ് കൊടുക്കാനും, പിന്നെ അവരെ ഇപ്പൊ ഒരാളെ സ്പീക്കേഴ്സ് ലിസ്റ്റിലേക്ക് പുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരെ ഒരു കൺസിഡർ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അവരെ ഓഡിയൻസിൽ ഇരുത്തുന്നതിനേക്കാളും അയാളെ സ്പീക്കേഴ്സ് ലിസ്റ്റ് അയാൾ മിണ്ടുന്നില്ലെങ്കിൽ പോലും ഒരാൾ ഇപ്പോൾ ഓഡിയൻസിൽ ഇരുന്ന് അയാളെ സ്പീക്കേഴ്സ് ലിസ്റ്റിൽ ഇൻവൈറ്റ് ചെയ്തു, അയാൾ മിണ്ടാണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതൊരു നല്ല ഫീലാണ്. അപ്പൊ എന്നെ ഒന്ന് കൺസിഡർ ചെയ്തു, ഒരു ഫ്രണ്ട് ലൈനിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതെങ്കിലും, ഇപ്പൊ നമ്മളൊരു ഓഡിയൻസിൽ ഫ്രണ്ട് ഫസ്റ്റ് റോയിൽ കൊണ്ടിരുത്തുന്ന പോലെ. അപ്പൊ അതൊരു ശരിക്കും നല്ല അഡ്വാൻറ്റേജ് ആണ്, വലിയൊരു നമ്പർ. പക്ഷെ ആ ഒരു വലിയ നമ്പറിനെ കൂടെ അതിൻ്റെതായ പ്രശ്നങ്ങളും വരുന്നുണ്ട്. കൂടുതൽ അഭിപ്രായങ്ങൾ വരും, കൂടുതൽ സംസാരം വരും, അപ്പൊ അതെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ക്ലബ് ഹൗസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, ഇനിയും അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കുറെ കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഇപ്പൊ ഓൾറെഡി ഉണ്ട് ക്ലബ് ഹൗസിന്. റൂംസിന്റെ പ്രൈവറ്റ് റൂംസ് പബ്ലിക് ആക്കാൻ ഇപ്പൊ ക്രിയേറ്ററിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ മലയാളി ക്ലബ് ആണെങ്കിൽ ആര് റൂം ഹോസ്റ്റ് ചെയ്താലും മെമ്പേഴ്സ് ഓൺലി ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട്. അപ്പൊ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്നെ കോഹോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ അതൊരു റിക്വയർമെന്റ് ആയിരുന്നു. അതിപ്പോ ശരിക്കും എന്നെ ആഡ് ചെയ്തേ പറ്റൂ, അവർക്ക് വേറെ വഴിയില്ല. എനിക്ക് അവർക്ക് ആ പവർ കൊടുക്കാനും വഴിയില്ല, കാരണം അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഓരോന്ന് ഇവോൾവ് ചെയ്ത് ഇനി അതെല്ലാം ഫിക്സ് ചെയ്ത് വരും. പക്ഷെ ഇവര് ഗ്രോ ചെയ്യും തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഓൾറെഡി ഈ ഒരു ഡാറ്റാബേസ്, ഇപ്പോ വോയിസ് ബേസ്ഡ് ഒരു ഡാറ്റാബേസ് ഇവർ ഓൾറെഡി ബിൽഡ് ചെയ്തു, ഇത്രയും യൂസർ ബേസ്. അപ്പോ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ഒരു യൂസർ ബേസ് ഉണ്ട്. അപ്പൊ അത് നേരെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എന്നാലും ക്ലബ് ഹൗസ് അങ്ങനെ പോയില്ല എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട് എനിക്ക്. അങ്ങനെ താഴോട്ട് അങ്ങനെ പോയില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ഗ്രോയിങ്, അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന ഒരു പേസിൽ തന്നെ അത് പൊയ്ക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ ഫ്യൂച്ചർ. ഇവോൾവ് ചെയ്ത് വരാൻ നല്ല ഒരുപാട് ചാൻസസ് ഉണ്ട്. ഹൈദർ ഒരു ഓൺടർപ്രണർ ആണ്, ഫുൾ ടൈം മ്യൂസീഷ്യൻ ആണ് അല്ലേ? അതെ, ബിസിനസ് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ സംഗീതത്തിന്റെ മുഴുവൻ സമയം സംഗീതത്തിൽ സമയം കണ്ടെത്തുന്ന പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ കൂടെ പോഡ്കാസ്റ്ററുമാണ്, മലയാളം പോഡ്കാസ്റ്ററുമാണ്. എന്താണ് ഹൈദറിന്റെ പോഡ്കാസ്റ്റ് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? പോഡ്കാസ്റ്റ് ജേർണി സോ ഫാർ എനിക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ശരിക്കും ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും അത് ഈസിയാണെന്നുള്ളത്, കാരണം ഇത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. ഇപ്പൊ നമ്മൾ യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസിയാണ് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. വീഡിയോന്റെ ടെൻഷനൊന്നുമില്ല, നമുക്ക് വീട്ടിൽ ജസ്റ്റ് നമ്മുടെ കൗച്ചിലിരുന്ന് പൈജാമാസിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അത് അന്ന് വളരെ ഈസി ആയിട്ട് തോന്നി. പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോ ശരിക്കും ഇതില് നല്ല പ്ലാനിങ്ങും നല്ല കണ്ടന്റും കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ ഞാന് ഇതാവും കൺസിസ്റ്റന്റ് ആവാൻ ഇതുവരെ പറ്റിയില്ല. പക്ഷെ ഇനി കൺസിസ്റ്റന്റ് ആവണം, കാരണം ഇത് നമ്മളെ മലയാളി പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ശരിക്കും ഒരുപാട് ഗ്രോ ചെയ്യാൻ ഇനിയും റൂമുണ്ട്, ഒരുപാട് ശരിക്കും നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ ഇപ്പോ നമ്മൾ ആക്റ്റീവായി തുടങ്ങിയാൽ ഇതൊന്ന് ശരിക്കും നല്ലതായിട്ട് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നല്ലൊരു റൂട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും അതിൽ. അപ്പോ പക്ഷെ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പോഡ്കാസ്റ്റിന്. ഞാൻ ശരിക്കും ഒരു ഫോൺ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പോഡ്കാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോ ഇവര് വന്നപ്പോ കാക്കു കാസ്റ്റും ഇവരെല്ലാം വന്നപ്പോ അവരുടെ കയ്യിൽ
നമ്മളെ ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റവും അതിൽ തന്നെ നമുക്ക് ഈ ഇൻട്രോക്കുള്ള മ്യൂസിക് ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും നല്ല നല്ല ഒരുപാട് ടെക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻലി എന്റെ ഫസ്റ്റ് ബാക്കി എല്ലാം ടെക് എല്ലാം ഒഴിച്ചിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ബീങ് കൺസിസ്റ്റന്റ്. അതാണ് ഇപ്പൊ എന്റെ പേഴ്സണലി എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല കോണ്ടന്റ് കൊണ്ടുവരണം. പിന്നെ അതുപോലെ കുറച്ച് സംസാരിക്കാൻ ഗസ്റ്റിന് ഇപ്പൊ ഇതുവരേക്കുള്ള എല്ലാം ഞാൻ എന്റെ ഒരു വോയിസ് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം സംസാരിക്കുന്നുള്ളൂ. അപ്പൊ കൂടുതൽ പേരായിട്ട് ഇതുപോലെ തന്നെ ഒരു ഡിസ്കഷൻ ആയിട്ടുള്ള പോഡ്കാസ്റ്റിനാണ് കുറച്ചും കൂടെ ഫ്യൂച്ചർ എന്ന് എനിക്ക് തോന്നുന്നത്. അതാവുമ്പോൾ കുറച്ചും കൂടെ രണ്ട് ബെനിഫിറ്റ് ആണ്, രണ്ടുപേർക്കും ഗ്രോ ചെയ്യാം. പിന്നെ രണ്ട് ഹെഡ്സ് ഉണ്ടല്ലോ, രണ്ട് ടൈപ്പ് പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പൊ അത് ലിസണേഴ്സിന് കുറച്ചും കൂടെ അതാണ് ഇപ്പൊ ഒരു വൺ മാൻ ഷോനെക്കാളും. അപ്പൊ എനിക്ക് മെയിൻലി ഫസ്റ്റ് പ്രയോറിറ്റി കൺസിസ്റ്റന്റ് ആവുക എന്നുള്ള ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചിന്തിക്കുന്നുള്ളത്. താങ്ക് യു വെരി മച്ച് ഹൈദർ അലി, ക്ലബ് ഹൗസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നതിന്. പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖറിന്റെ അതിഥിയായിട്ട് വന്നതിൽ വളരെ സന്തോഷം. ഇനിയും പുതിയ ടോപ്പിക്സ് ആയിട്ടൊക്കെ വരുമ്പോൾ പ്ലീസ് ബി എ പാർട്ട് ഓഫ് പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ലൈക്ക് ഐ എം റിയലി ഗ്ലാഡ് ഇതിന്റെ പാർട്ട് ആയതിൽ വളരെ ഐ എം റിയലി ഗ്ലാഡ് ആൻഡ് കൺസിഡറിംഗ് മീ ഫോർ ആസ് എ ഗസ്റ്റ് ഫോർ യുവർ പോഡ്കാസ്റ്റ് അറ്റ്ലീസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പുതിയ ആപ്ലിക്കേഷനായ ക്ലബ് ഹൗസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഓരോരുത്തരോടും ക്ലബ് ഹൗസിൽ ദ മലയാളി ക്ലബ് എന്ന് പറയുന്ന ഗ്ലോബൽ മലയാളി കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ അറിയിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.